طلاق مرتان فإمساك بمعروف أو تسريح بإحسان. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട ദീനിയായ നിയമങ്ങൾ പരാമർശിക്കുമ്പോൾ വളരെ പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടതും ഇന്ന് ഒരുപാട് തെറ്റായ രീതിയിൽ മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളതുമായ കാര്യമാണ് ത്വലാഖ് എന്നുള്ളത്. മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും അറിയാവുന്നതും എന്നാൽ ഭൂരിപക്ഷം പേർക്കും അതിൻ്റെ ശരിയായ നിയമങ്ങൾ അറിയില്ലാത്തതുമായ ഒരു കാര്യമാണ് ത്വലാഖ്. ഇങ്ങനെ ഒരു കാര്യമുണ്ടെന്നും അത് ഉപയോഗിക്കാനുള്ളതാണെന്നും ഒക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ അതെവിടെ എപ്പോൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് 90% മുസ്ലിമീങ്ങൾക്കും അറിയില്ല എന്നത് വലിയൊരു പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിമീങ്ങൾക്കെതിരായി വലിയൊരു ആയുധമായിട്ട് ഉപയോഗിക്കാൻ പലരും അതിനെ ഉപയോഗിക്കാറുണ്ട്, അതിനുവേണ്ടി ശ്രമിക്കാറുണ്ട്. ദീനുൽ ഇസ്ലാമിലെ ത്വലാഖിന്റെ അടിസ്ഥാനം ഇതാണ്. ഒരു ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഒരുമിച്ച് മുന്നോട്ട് പോകാൻ കഴിയാത്ത വിധം അവർ തമ്മിൽ പ്രശ്നമുണ്ടായി, അവർക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല എന്ന് 100% ഉറപ്പായി. അങ്ങനെ രണ്ടുപേരുടെയും കുടുംബത്തിൽ നിന്നും ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള അറിവും പക്വതയുമുള്ള ഓരോരുത്തരെ നിശ്ചയിച്ചു. അവർ തമ്മിൽ ആലോചിച്ചതിന് ശേഷവും ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയില്ല എന്ന് അവർക്കും മനസ്സിലായി. ആ ഒരു ഘട്ടത്തിൽ പുരുഷന് അവന്റെ ഭാര്യയെ ത്വലാഖ് ചൊല്ലാനുള്ള അനുവാദമുണ്ട്. അത് അനുവാദമുള്ള കാര്യമാണ്, ഹലാലായ കാര്യമാണ്. പക്ഷെ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കാര്യവുമാണ്. ഇത് എപ്പോഴാണ് ചെയ്യേണ്ടത്? അതിനെക്കുറിച്ച് കൃത്യമായ നിയമമുണ്ട്. ഒരു സ്ത്രീക്ക് ശുദ്ധിയുള്ള സമയത്ത് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ. അതിനുശേഷം അവൾ ഇദ്ദ ഇരിക്കണം, അതായത് 3 ശുദ്ധിയുടെ സമയം വരെ മറ്റൊരു വിവാഹം കഴിക്കാതിരിക്കണം എന്നതൊക്കെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങളായതുകൊണ്ട് ആ സ്ത്രീയുടെ അവസ്ഥ മുഴുവൻ പരിഗണിച്ചിട്ടാണ് ത്വലാഖ് ചെയ്യേണ്ടത്. അതൊരു വിഷയം. അതിനെല്ലാം അപ്പുറം നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിലെ നിക്കാഹ് എന്ന സങ്കല്പം നമുക്കിടയിൽ ഇന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് ത്വലാഖിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദീനുൽ ഇസ്ലാമിലെ നിക്കാഹ് എന്നാൽ ഒരു പുരുഷന് ഒരു സ്ത്രീയെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അവൾ ചോദിക്കുന്ന അല്ലെങ്കിൽ അവളുടെ കുടുംബത്തിന്റെ നിലവാരത്തിന് യോജിച്ച മഹർ പൂർണ്ണമായി ആ സ്ത്രീക്ക് നൽകിയിട്ടാണ് നിക്കാഹ് ചെയ്യേണ്ടത്. നാം ഇന്ന് കാണുന്നത് പോലുള്ള 2 പവനോ 3 പവനോ ഒന്നുമല്ല ദീനുൽ ഇസ്ലാമിൽ ശരിയായ രീതിയിലുള്ള മഹർ. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ എന്നല്ല, ഇന്ന് പോലും അറബ് നാടുകളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ ഒക്കെയുള്ള മഹറുകൾ പരിശോധിച്ചാൽ നമ്മുടെ നാട്ടിലൊക്കെ നല്ലൊരു കാറ് വാങ്ങാൻ വേണ്ടത്ര പണം, അതായത് 50 ലക്ഷം 1 കോടി രൂപയൊക്കെ നമ്മുടെ നാട്ടിലെ ചെലവ് വരുന്ന അത്രയുമാണ് ഒരു സ്ത്രീയെ ആദ്യമായി 18 20 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കണമെങ്കിൽ കൊടുക്കേണ്ട മഹർ ഏറ്റവും കുറഞ്ഞത് 70 ലക്ഷവും 1 കോടിയും ഒക്കെയാണ്. അത്രയും പൈസ അത് പെണ്ണിന്റെ വാപ്പാക്കോ കുടുംബക്കാർക്കോ ഒന്നുമുള്ളതല്ല, പൂർണ്ണമായും ആ പെൺകുട്ടിക്ക് അവകാശപ്പെട്ടതാണ്. അത്ര വലിയൊരു തുക മഹർ നൽകി വിവാഹം കഴിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ പൊതുവെ ഇസ്ലാമിക രീതി അനുസരിച്ച് ജീവിക്കുന്ന നാടുകളിൽ ചെറുപ്പക്കാരികളെ വിവാഹം ചെയ്തിട്ടുള്ളതായി കാണൽ തന്നെ അപൂർവമാണ്. കാരണം അത്ര വലിയ പണം സമ്പാദിച്ചതിന് ശേഷമാണ് ഒരു പുരുഷന് ഒരു ചെറുപ്പക്കാരിയെ വിവാഹം ചെയ്യാൻ സാധിക്കുക. അല്ലെങ്കിൽ 2ാം വിവാഹത്തിനോ മറ്റോ കാത്തിരിക്കുന്ന ഒരു പെണ്ണിനെ, ഒരു സ്ത്രീയെ ചെറിയ മഹറിന് 20-30 ലക്ഷം രൂപ വില വരുന്ന മഹറിന് വിവാഹം ചെയ്യേണ്ടി വരും. ആ രീതിയിലാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലം മുതൽ ഇന്ന് വരെ ഇസ്ലാമിക നിയമം അനുസരിച്ച് ജീവിക്കുന്ന നാടുകളിൽ നിക്കാഹ് നടക്കുന്നത്. നമ്മുടെ
കുറിച്ചുള്ള ഈ ഒരു സങ്കല്പം ഇല്ലാത്തത് കൊണ്ട് തലാഖ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ 1 കോടി രൂപയോളം മഹർ നൽകി ഒരു പെൺകുട്ടിയെ ഞാൻ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനെ ഒഴിവാക്കണമെങ്കിൽ, ആ വിവാഹം ഒഴിവാക്കണമെങ്കിൽ അതിനുള്ള അവകാശം പൂർണ്ണമായും പുരുഷന് മാത്രമാണ്. നമ്മുടെ നാട്ടിൽ സ്ത്രീധനം എന്ന സംവിധാനവും അതിനോടൊപ്പം തലാഖും കൂടി ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് പുരുഷന് മാത്രം തലാഖ് ചെയ്യാനുള്ള അവകാശം എന്ന് നമുക്കിപ്പോഴും മനസ്സിലാകുന്നില്ല. ശരിക്കും ഇത്ര വലിയ തുക മഹർ കൊടുക്കുന്ന പുരുഷനാണ് ദീനുൽ ഇസ്ലാം തലാഖിനുള്ള അനുവാദം നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ പുരുഷന് 1 രൂപ പോലും മഹറിൽ നിന്ന് തിരിച്ചു വാങ്ങാൻ അവകാശമില്ല എന്ന് പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു മലയുടെ അത്രയും സ്വർണം മഹറായിട്ട് നൽകിയിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് 1 രൂപ പോലും തിരിച്ചു വാങ്ങരുത് എന്ന് ദീനുൽ ഇസ്ലാം പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ ഒഴിവാക്കണമെങ്കിൽ 100 തവണ ചിന്തിച്ചതിന് ശേഷമേ തീരുമാനം എടുക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം പുരുഷന് തലാഖിനുള്ള അനുവാദം നൽകിയതും സ്ത്രീക്ക് ഒരു നിലയ്ക്കും സ്വന്തമായി ഒഴിഞ്ഞു പോകാനുള്ള അനുവാദം നൽകാത്തതും. അല്ലെങ്കിൽ സ്ത്രീകൾ അവരുടെ സ്വന്തം താല്പര്യത്തിൽ ഒഴിഞ്ഞു പോവുകയും ഇത്ര വലിയ തുക അവർക്ക് മഹർ ലഭിക്കുകയും രണ്ടാമത് വിവാഹം ചെയ്യുന്ന പുരുഷനും അതുപോലെ വലിയ മഹർ അവർക്ക് നൽകുകയും ചെയ്യുന്ന ഒരു രീതിയിൽ സ്ത്രീകൾക്ക് ഇതിനുള്ള അനുവാദം നൽകിയാൽ പുരുഷന്മാർക്ക് വലിയ ബുദ്ധിമുട്ട് വരും എന്നതുകൊണ്ടാണ് ദീനുൽ ഇസ്ലാം പുരുഷന് മാത്രം വിവാഹബന്ധം വേർപെടുത്താനുള്ള അനുവാദം നൽകി. അതുകൊണ്ട് അടിസ്ഥാനപരമായി മഹർ എന്താണ്, നിക്കാഹ് എന്താണ് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ദീനുൽ ഇസ്ലാമിലെ തലാഖ് എന്താണെന്ന് മനസ്സിലാക്കേണ്ടത്. ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശദീകരണങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അടിസ്ഥാനപരമായി നാം ഇത്രയെങ്കിലും അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാരണത്താൽ നമ്മുടെ നാട്ടിലെ, നമ്മുടെ കുടുംബത്തിലെ, നമ്മുടെ പരിചയത്തിൽ ഏതെങ്കിലും വിവാഹബന്ധം ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് പെണ്ണിന്റെ കയ്യിൽ നിന്നോ പെണ്ണിന്റെ പിതാവിന്റെ കയ്യിൽ നിന്നോ കുടുംബത്തിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നോ എന്തെങ്കിലും വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായി നൽകിയതിന് തിരിച്ചു കൊടുത്തതിന് ശേഷം മാത്രമേ ആ പുരുഷന് ആ സ്ത്രീയെ തലാഖ് ചെല്ലാൻ അനുവാദമുള്ളൂ. സ്ത്രീധനമായിട്ടോ അല്ലെങ്കിൽ ആ പേരിൽ ഏതെങ്കിലും രീതിയിൽ വാങ്ങിയ എന്തെങ്കിലും ഒരു വസ്തുവോ 1 രൂപയെങ്കിലും കയ്യിൽ വെച്ചിരിക്കെ ഒരു പുരുഷൻ സ്ത്രീയെ ഒഴിവാക്കുന്നെങ്കിൽ അത് 100% ഹറാമാണ്. ഒരു നിലയ്ക്കും അതിനുള്ള അനുവാദമില്ല. ആ സ്ത്രീയുടെ പിതാവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത് മുഴുവനും തിരികെ നൽകണം. മഹർ നൽകാൻ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും 100% നൽകണം. അതിനുശേഷം മാത്രമാണ് എന്ത് കാര്യത്തിന്റെ പേരിലാണെങ്കിലും ഒരു പുരുഷന് ഒരു സ്ത്രീയെ തലാഖ് ചെല്ലാൻ അനുവാദം ഉണ്ടാവുക. അതിനുമപ്പുറം ദീനുൽ ഇസ്ലാമിന്റെ രീതിയിലുള്ള നിക്കാഹ് നടത്തിയിട്ട് മാത്രമേ നമുക്ക് എത്ര അത്യാവശ്യ ഘട്ടത്തിലും തലാഖിനെ കുറിച്ച് ചിന്തിക്കാനുള്ള അനുവാദമുള്ളൂ എന്നത് കൂടി നാം മനസ്സിലാക്കണം. ഇക്കാര്യം നാം മനസ്സിലാക്കുകയും ഇത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. അല്ലാത്തടത്തോളം ദീനുൽ ഇസ്ലാമിലെ വലിയൊരു തെറ്റായിട്ടും ദീനിനെ വളച്ചൊടിക്കുന്നതിനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ പരിഹസിക്കുന്നതിനുമുള്ള ഒരു മാർഗമായിട്ട് മറ്റുള്ളവർ, ദീനിന്റെ ശത്രുക്കൾ തലാഖിനെ ഉപയോഗിക്കും എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും ദീനുൽ ഇസ്ലാമിനെ സംരക്ഷിക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ